ഹായ്, ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ക്ലാസ്സിലും ഗ്രാമറിൻ്റെ ഓരോ റൂളുകൾ പറഞ്ഞിട്ട് കൺഫ്യൂസ് ആവുന്നു, ഡൗട്ടുകൾ ബാക്കി നിൽക്കുന്നു. അതിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ടൊന്ന് ചിൽ ഔട്ട് ആവാം. സബ്ജക്റ്റ്, കർത്താവ്, വെർബ്, ഒബ്ജക്റ്റ്, സിംഗുലർ, പ്ലൂറൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിംഗുലർ, പ്ലൂറൽ ഇതിൽ സിംഗുലർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സിംഗുലർ ഏകവചനം ഒന്നിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ അവൻ ഒരാളാണ്, അത് സിംഗുലറാണ്. എന്നാൽ അവർ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, ഒന്നിലധികമാണ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഫ്ലവർ, പൂവ് എന്ന് നമ്മൾ പറയും. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ പൂക്കൾ എന്ന് പറയും. അപ്പോൾ ഒന്ന് ബഹുവചനമാണ്, ഒന്ന് ഏകവചനമാണ്. ഇതിൽ ബഹുവചനത്തെ കുറിച്ചിട്ടുള്ള ഒരു 4-5 ചെറിയ റൂളുകളാണ്, അത്ര കൺഫ്യൂസിങ് അല്ലാത്ത റൂളുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലവറിന് നമ്മൾ എങ്ങനെ ഈ ബഹുവചനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഫ്ലവറിനെ നമ്മൾ ബഹുവചനം ആക്കിയത് എങ്ങനെയാണ്? ഫ്ലവറിനോട് കൂടെ എസ് അവസാനത്തിൽ ചേർത്തു. ഫ്ലവറിൻ്റെ കൂടെ അവസാനം എസ് എന്നുള്ള ലെറ്റർ ചേർത്തിട്ട് ഫ്ലവേഴ്സിനായി. അപ്പോൾ അത് ബഹുവചനമായിട്ട് മാറി. ഇങ്ങനെ ബഹുവചനം ഉണ്ടാക്കുന്ന ഒരു 4-5 സാധാരണമായിട്ടുള്ള റൂളുകളാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ റൂളുകൾ അറിയില്ലായിരിക്കാം. ബഹുവചനം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇതിൻ്റെ ബേസ് എന്താണെന്ന് അറിയില്ലായിരിക്കാം. അറിയുന്നവർ ധാരാളം പേരുണ്ട് താനും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നൗണുകളെ പ്ലൂറലാക്കാൻ വേണ്ടി, ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ചേർക്കും. ഉദാഹരണത്തിന് കാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ച. ഈ പൂച്ചകൾ എന്നാക്കണമെങ്കിൽ കാറ്റിൻ്റെ അവസാനം കൊണ്ടുവന്ന് എസ് ചേർത്ത കാറ്റ്സ്നായി, ബഹുവചനമായി. ബുക്ക്, പുസ്തകങ്ങൾ, ബുക്കിന് കൂടെ എസ് ചേർത്ത ബുക്സ്, ബഹുവചനം ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണിത്. അവസാനം എസ് ചേർക്കുക. ഇനി ES ചേർത്തിട്ട് ഒരു റൂളാണ്. ES അവസാനം ES നൗണുകളുടെ കൂടെ അവസാനം ES ചേർത്തിട്ട് ബഹുവചനം ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയുണ്ട്. എസ്, എക്സ്, ഇസഡ്, SH, CH എന്നീ ലെറ്ററുകളാണ് നൗണുകളുടെ അവസാനത്തിൽ വരുന്നതെങ്കിൽ അവയുടെ കൂടെ നമ്മൾ ES ചേർക്കണം ബഹുവചനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബോക്സ്, ബോക്സസ്. ഇതുപോലെ എസ് ആണ് അവസാനം. ഇപ്പോൾ ബസ്, BUS ബസ്, അതിനും കൂടെ ES ചേർത്തിട്ട് പ്ലൂറലാക്കുന്നു, ബസ്സസ്. ഇപ്പോൾ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് നൗണിനോട് കൂടെ അതിൻ്റെ അവസാനത്തിൽ ES ചേർത്തിട്ട് ബഹുവചനം ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു രീതിയാണ്. ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നൗണുകൾ അവസാനിക്കുന്നത് Y എന്ന ലെറ്ററിൽ ആണെങ്കിൽ അതിന് IES എന്ന് ചേർത്തിട്ടാണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. ബേബി, അവസാനം ബേബിയിൽ Y ആണ്. അപ്പോൾ Y എന്ന് ആണ് അവസാനം വരുന്നതെങ്കിൽ IES ചേർത്തിട്ടാണ് ബഹുവചനം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബേബി എന്നുള്ളത് എന്തായിരിക്കും? ബേബീസ്. Y പോയിട്ട് ബഹുവചനത്തിൽ IES എന്നായിട്ട് മാറും. ലേഡി, അപ്പോൾ എന്താവും? ലേഡി എന്നുള്ളത് അവസാനം Y ആണ്, ലേഡീസ് എന്നാവും. ഇത് മൂന്നാമത്തെ ഒരു രീതിയാണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. ഇനി ഒരു രീതിയുള്ളത് ഈ കോമ്പൗണ്ട് നൗൺ ഉണ്ട്. കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ 2-3 ചേർന്നിട്ട് ഒരു നൗൺ ആവുന്നതാണ് കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗണിൽ എന്ന് പറഞ്ഞാൽ ബ്രദർ ഇൻ ലോ എന്ന് നമ്മളെ പറയാറുണ്ട്, ഫാദർ ഇൻ ലോ എന്ന് പറയാറുണ്ട്, മദർ ഇൻ ലോ എന്ന് പറയാറുണ്ട്. ഇതൊരു കോമ്പൗണ്ട് നൗണാണ്. ഇതിനെ ബഹുവചനമാക്കണമെങ്കിൽ ബ്രദർ ഇൻ ലോസ് എന്നല്ല, ഫാദർ ഇൻ ലോസ് എന്നല്ല, മദർ ഇൻ ലോസ് എന്നല്ല, മറിച്ച് ഫാദർ, മദർ, ബ്രദർ ഇതിനോട് കൂടിയിട്ടാണ് എസ് ചേർക്കേണ്ടത്. അപ്പോൾ ഫാദർ ഇൻ ലോസ് എന്ന് പകരം ഫാദേഴ്സ് ഇൻ ലോ എന്നായിട്ട് മാറും. ഫാദേഴ്സ് ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ, ബ്രദറിൻ്റെ കൂടെയാണ് എസ് ചേർക്കേണ്ടത് ഇവിടെ പ്ലൂറലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇറഗുലർ പ്ലൂറൽ ഒന്നുണ്ട്. ഇറഗുലർ പ്ലൂറൽ എന്ന് പറയുന്നത് ഫൂട്ട് എന്നാണ്. ഫൂട്ട്, അതിനെ നമ്മൾ ബഹുവചനാക്കാൻ ഫീറ്റ് എന്നാക്കുന്നു. അതുപോലെ തന്നെ ചിൽഡ്രൻ, ഇത് ഇറഗുലർ പ്ലൂറൽ എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ നമ്മൾ വവ്വൽ സൗണ്ടിനെ മാറ്റിയിട്ട് പ്ലൂറൽ ഉണ്ടാക്കുന്ന മറ്റൊരു രീതിയുണ്ട്. ഇപ്പോൾ വുമൺ, അതിലെന്താണ്? വുമൺ, MAN, മേൻ അല്ലേ, അതിലെ MEN ആക്കും, അപ്പോൾ വിമൺ എന്നായി മാറും. അപ്പോൾ വവ്വൽ സൗണ്ടിനെ മാറ്റിയിട്ട് പ്ലൂറൽ ഉണ്ടാക്കുന്ന മറ്റൊരു രീതി കൂടെ ബഹുവചനം ഉണ്ടാക്കുന്നതിലുണ്ട്. പിന്നെ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്
ചേഞ്ച് ഇല്ലാതെ കുറേ ഇതുണ്ട്, പ്ലൂറലുണ്ട്. ഇപ്പോൾ ഷീപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സിംഗുലറും പ്ലൂരലും ഷീപ്പ് തന്നെയാണ്. സിംഗുലറും പ്ലൂരലും ഷീപ്പ് തന്നെയാണ്. ഇപ്പം നമ്മൾ എസ് ചേർത്തിട്ട് പ്ലൂരൽ ഉണ്ടാക്കാൻ പഠിച്ചു. ES ചേർത്തിട്ട് നമ്മൾ ബോക്സസ്, ബസ്സസ് എന്നുള്ളത് ചേർത്തിട്ട് പ്ലൂരൽ ഉണ്ടാക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ വവ്വൽ സൗണ്ടിനെ മാറ്റിയിട്ട് പ്ലൂരൽ ഉണ്ടാക്കുന്ന രീതി പഠിച്ചു. വരുന്ന അവസാനം നൗണിൽ എന്നുള്ളതിനെ IES ആക്കിയിട്ട് നമ്മൾ പ്ലൂരൽ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ ഇറഗുലർ പ്ലൂറൽ ഫോമാണ് ഫൂട്ട് എന്നുള്ളതും അതിനെ ഫീറ്റ് ആക്കുന്നു, ചൈൽഡിനെ നമ്മൾ ചിൽഡ്രൻ ആക്കുന്നു. ഇറഗുലർ പ്ലൂരൽ, അത് ചൈൽഡ് എന്നുള്ളത് ചിൽഡ്രൻ ആകുന്നു, ഫൂട്ട് എന്നുള്ളത് ബഹുവചനത്തിൽ ഫീറ്റത്തായിട്ട് മാറുന്നു. പിന്നെ ഒരു ചേഞ്ചും ഇല്ലാത്ത പ്ലൂരൽ, അതാണ് സിംഗുലറിലും പ്ലൂരലിലും ബഹുവചനത്തിലും ഏകവചനത്തിലും ഒരുപോലെ ഉപയോഗിക്കുന്നത്. ഷീപ്പ് എന്നുള്ളത് ഒരുപോലെ ഉപയോഗിക്കും. പിന്നെ കോമ്പൗണ്ട് നൗൺ ബ്രദേഴ്സ് ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, ഇതിനെ ബഹുവചനാക്കണമെങ്കിൽ ഈ ലോസിൻ്റെ കൂടെ എസ് ചേർക്കാതെ ഫാദേഴ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഇതിൻ്റെ കൂടെയാണ് എസ് ചേർക്കേണ്ടത് ബഹുവചനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രദേഴ്സ് ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ എന്നായിട്ട് മാറും. ഒരിക്കലും ഈ ലോൻ്റെ കൂടെ എസ് ചേർക്കരുത്. ഫാദർ ഇൻ ലോസ് എന്ന് എഴുതാതെ ഫാദേഴ്സ് ഇൻ ലോ എന്നാണ് എഴുതേണ്ടത്. മദേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, അതിനെ ബഹുവചനാക്കാൻ കോമ്പൗണ്ട് നൗണിന് ഈ രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഈ ഒരു വ്യത്യാസം മറ്റുള്ള ഗ്രാമറിൽ നിന്നും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.